ഹലോ ഗേസ്, അപ്പൊ ഇന്നേ തമ്മില് കണ്ട പോലെ തന്നെ നമ്മളെ CNG കാലിബ്രേഷൻ ചെയ്യാൻ പോവാട്ടോ. ഞാനിപ്പോ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടോ. അത് തുറക്കുമ്പോ വണ്ടി ഓഫ് ആവും. വണ്ടി ഓഫായി. അപ്പോൾ CNG ടാങ്ക് തുറക്കുമ്പോഴേ ഓഫ് ആവും. ഞാൻ അതിന്റെ ഡേറ്റ് കാട്ടിത്തരാം. ഇവിടെ ഈ ഡോറമ്മ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. കണ്ടോ, 23/6 ഇതിൽ കൊടുത്തിട്ടുള്ളത്. വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടോ. കോൾഡ് സ്റ്റാർട്ടിങ് ഏകദേശം പകുതിയായി. ഇനിയിപ്പോൾ അതിന്റെ പകുതിക്ക് കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം 10:26 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 21-ാം തീയതി ഡേറ്റ്. നമ്മളെ സമരം നടക്കുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് ഏതായാലും ഓടാൻ പറ്റൂല. ഇന്ന് നല്ല അനിശ്ചിതകാലത്തേക്കാണ് സമരം ഉള്ളത്. അത് പെട്ടെന്ന് തന്നെ റെഡി ആവുമായിരിക്കും. ഇങ്ങനെ അനിശ്ചിതകാലമൊക്കെ വെക്കുന്നതുകൊണ്ട് കറക്റ്റ് ഒരു ഡേറ്റ് പറയണില്ലല്ലോ. പെട്ടെന്ന് റെഡി ആയാൽ വളരെ നല്ലൊരു ഉപകാരമായിരിക്കും. എന്താവുന്നൊന്നും അറിയില്ല. കുറെ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ഓടുന്നുണ്ട്, ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കുറെ ട്രിപ്പുകൾ ഫേക്ക് അടിപ്പിക്കണത്. കുറെ ആൾക്കാർ സമരം അറിഞ്ഞില്ല, എന്നിട്ടോ അത് ഒരു വട്ടം ഫേക്ക് അടിപ്പിച്ച് പറഞ്ഞു കൊടുത്താലും പിന്നെയും ആ പ്രൊഫൈല് ഓൺലൈനിലായിരിക്കും. ഇവിടെ ഒരു 1, 2, 3 ആൾക്കാരും ഊബർ ഫ്രണ്ട്സ് അവർക്ക് ഇല്ലാക്കൂല. അവർ തൊഴിലാകുമ്പോൾ എന്തായാലും അതിന്റെ സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പോ, ഇനിയിപ്പോൾ ചിലവർ ഗ്രൂപ്പൊക്കെ ഇല്ലാത്തവരുണ്ട്, എന്നാലും ഊബർ ഓടുന്ന ഏതായാലും ഫ്രണ്ട്സ് ഇല്ലാക്കൂല. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതെന്താണോ, കുറെ ആൾക്കാർ വണ്ടികൾ ഓഫായി കിടക്കല്ലേ, നല്ല പൈസ കിട്ടുമേ. മറ്റേ ചെറിയ കിലോമീറ്ററിന് തന്നെ വണ്ടി കിട്ടാക്കുമ്പോൾ ഊബറാര് റേറ്റ് കൂട്ടും. അപ്പൊ ഒരു ഉച്ച വരെ ഓടുമ്പോൾ തന്നെ 3000-4000 ഒപ്പിക്കാൻ പറ്റും. സമരമുള്ളതെന്ന് കുറെ ആൾക്കാർ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഉള്ളത് കുറച്ച് വലിയൊരു സമരമാണ്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഓടുന്നുണ്ട്. കുറെ ആൾക്കാർ എല്ലാവരും ഇരുന്ന് ഫേക്ക് അടിപ്പിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ റിൻസിതൊക്കെ കുറെ ബുക്ക് ചെയ്തിക്കണു. എന്നിട്ട് 6 കിലോമീറ്റർ ഒക്കെ താണ്ടിയിട്ട് 7 കിലോമീറ്റർ ഒക്കെ താണ്ടിയിട്ട് ആൾക്കാർ വരിക. അപ്പൊ നമ്മളേതായാലും വണ്ടിക്ക് കുറച്ച് പരിപാടികളുണ്ട്. CNG ഒരു 3 ഘട്ടം ഉണ്ട് കേട്ടോ. അതിൽ പോയി പോരാ. ഇവിടുന്ന് 26 കിലോമീറ്റർ എന്തോ ഉണ്ട് കാലിബ്രേഷൻ ചെയ്യുന്നിടത്തേക്ക്. നമ്മൾ അരുണ് ആദ്യം ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ഏലൂര് ഭാഗത്തുള്ളത്. പക്ഷെ അവിടെ 2500 റുപ്യാണ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ 1.5 മണിക്കൂർ തന്നെ സമയം പറഞ്ഞത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നമ്മളെ 71 ഗ്രൂപ്പിലൊന്ന് ചോദിച്ചു നോക്കിയപ്പോ അതിനൊരാൾ എനിക്ക് നമ്പർ തന്നു. അത് കുറച്ച് ദൂരെയാണ്, 26 എന്തോ കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂറോളം യാത്ര ഉണ്ട്. അങ്കമാലി ഭാഗത്തെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവിടെ 1200 ഉള്ളൂ. നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട്. സമയം ഒരേപോലെ തന്നെ ഉണ്ട് പറഞ്ഞത്. 1.5 മണിക്കൂറാ സമയം പറഞ്ഞത്. അതിപ്പോ ഇനി കുഴപ്പമില്ല, ചിലപ്പോൾ പറയുന്ന അത്ര സമയം ആവൂല, ചിലപ്പോൾ അതിലേറെ എടുക്കുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, റേറ്റ് നല്ല വ്യത്യാസം ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ നേരെ ആ ലൊക്കേഷനിലേക്ക് പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഇനി വണ്ടിന്റെ കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ എടുക്കട്ടെ. അപ്പോൾ എനിക്ക് അയച്ചെന്ന ലൊക്കേഷൻ നോക്കുമ്പോൾ ആദ്യം 20 എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 39 കിലോമീറ്റർ കോതമംഗലം. അത്ര ലോങ് പോകണ്ടേ. അപ്പൊ എന്നോട് ഞാൻ നേരത്തെ ആ നമ്പറിൽ വിളിച്ചപ്പോ എന്നോട് എലൂര് എടയാർന്നോ അങ്ങനെ എന്തോ പറയാം. എടയാർ ആലുവ ഭാഗത്താണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ലൊക്കേഷൻ അയക്കുമെന്ന്. അപ്പൊ അത് ഏതാ നോക്കാം. ചിലപ്പോൾ ഇവർക്ക് വേറെ ലൊക്കേഷനിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്പർ അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടയാറുള്ളതായാൽ മതിയായിരുന്നു, അതാണ് സുഖം. അത് ആ സ്ഥലം തന്നെ കേട്ടോ. 41 കിലോമീറ്റർ എന്തോ ഉണ്ട്. 1.25 മണിക്കൂറാണ് സമയം കാണിക്കണത്. അപ്പൊ ഞാന് വേറൊരു സ്ഥലത്ത് നമ്പർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, V6 പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഒരു ലേഡിയാണ് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആളെനിക്ക് വേറെ നമ്പർ ഏലൂരിലല്ലേ, എനിക്ക് തോന്നുന്നു മറ്റാളെ തന്നെ തോന്നുന്നു 2500 പറഞ്ഞത്. അപ്പൊ അവിടെ ചോദിച്ചപ്പോ 2800 ഇപ്പൊ വിളിച്ച ലേഡി പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ട ലൊക്കേഷൻ തന്നെയാണ്. ആ കൂത്താട്ടുകൾ ആ ഭാഗത്തേക്കാണ്, കോതമംഗല ഭാഗത്തുള്ള. 41 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്, 1.25 മണിക്കൂർ. പിന്നെ അവിടെ എന്താ വെച്ചാൽ 1200 ഉള്ളൂ. അപ്പൊ പൈസ വെച്ച് നോക്കുമ്പോൾ ലാഭം ഉണ്ട്. ഞാൻ മറ്റോടത്ത് പോവാണെങ്കിൽ നമ്മളത്തെ CNG അല്ലേ, വലിയ ചെലവൊന്നും ഇല്ല. അത് ഞാൻ എന്തായാലും നമ്മൾ അരുണിന്റെ അടുത്തേക്ക് ഒന്ന് പോയോട്ടെ കേട്ടോ. അവിടേക്ക് ആകെ 6.5 കിലോമീറ്റർ ഉള്ളു. ഓൻ ചിലപ്പോ പോരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാള് കമ്പനിക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ലോങ് പോകണമെങ്കിൽ ലോങ് പോവാം. ഈ ഏലൂരില് 2800 തന്നെ ആയിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുക ചേട്ടന്. സെയിം തന്നെ ആയിരിക്കും ഏലൂര് എന്നാ രണ്ടാളും പറഞ്ഞത്. അപ്പൊ ചിലപ്പോ 2500 ഞാൻ കേട്ടോടുത്ത് പൈസതായിരിക്കും. ഇപ്പൊ 2800 ആണെന്നുണ്ടെങ്കിൽ മറ്റോടത്ത് 1200 പറഞ്ഞത് റേറ്റ്. 1600 വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ അവിടേക്ക് 41 കിലോമീറ്റർ ലോങ് പോയാലും വലിയ വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നണത്. കാരണം നമ്മളത് CNG ആയതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും ഇല്ല ലോങ് പോണോണ്ട്. അപ്പൊ ഞാൻ ഏതായാലും ആദ്യം അരുണിന്റെ അടുത്തേക്ക് പോയോക്കട്ടെ. ഒരാളും പാടെ കമ്പനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞ അങ്ങനെ പോവാലോ. ഇപ്പൊ 11:30 ആയിട്ടോ. ഞാനിപ്പോ ഇവിടെ കളമശ്ശേരിയിലാണ് ഉള്ളത്. അരുണിന്റെ കൂടെ 2 വണ്ടി ഉണ്ട്. ഒരു അൾട്ടോണ്ണൂറ് ഉണ്ട്. അപ്പൊ അത് സ്റ്റാർട്ട് ആവണില്ല. അപ്പൊ അതിന്റെ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഒരു വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് അയക്കാനുള്ള സ്പാൻഡറും ബാറ്ററി വെള്ളമൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിക്കാം. അത് കഴിഞ്ഞിട്ട് അവരെ നേരെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ മറ്റോടത്തേക്ക് പോകണം. അവിടേക്ക് അരുൺ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ അവൻ ഉണ്ടാവുന്ന കരുതിന്. അപ്പൊ അവൻ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും വരെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയില്ല. പുട്ടും മുട്ടക്കറിയും അരുണും അരുണിന്റെ ഫ്രണ്ടും അല്ലേ. ഞങ്ങള് ബാറ്ററി വെള്ളവും സ്പാൻഡറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് പറഞ്ഞു നോക്കട്ടെ, സ്റ്റാർട്ട് ആവാൻ നോക്കട്ടെ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററി ഊരിയിട്ട് നാളെ റിൻസിതിനെ അടിച്ച മാതിരി അടിച്ചേണ്ടി വരും. അരുൺ റിപ്പയർ ചെയ്യൂ. അങ്ങനെ നമ്മള് വണ്ടി സ്റ്റാർട്ടാക്കിയ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പൊ അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട്.
12:54 സമയം. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ 41 കിലോമീറ്റർ അങ്ങനെ കാലടിച്ച് പോണം. പോയാലും കുഴപ്പമില്ല. ഏതായാലും അത് പോയി ശരിയാക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ വണ്ടി പോണോണ്ടേ ചിലപ്പോ ആരെങ്കിലൊക്കെ കാണുമ്പോ ഞാൻ ഊബർ ഓടാണെന്ന് വിചാരിച്ചു. അല്ലാ. അപ്പൊ ഏതായാലും ഞാനിപ്പോ ഇവിടെ കളമശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിടട്ടെ. മുട്ടം CNG പമ്പിലേക്ക് കയറിക്കാട്ടോ. 2 ഫുള്ള് CNG ഉള്ളു. അതിലിപ്പോ 194 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. എന്നാല് CNG അടിച്ചിട്ട് പോട്ടെ. പെരുമ്പാവൂര് വരെ എത്തും. പിന്നെ ചിലപ്പോ ഞാൻ അഥവാ അവിടെ CNG ഇല്ലെങ്കിലേ അവിടെ ആദ്യമൊക്കെ അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാലും ഒരു റിസ്ക് വേണ്ട. 2 പുള്ളിയിലല്ലേ, അടിക്കേണ്ട സമയം ആയിട്ടുണ്ട്. ഏതായാലും CNG അടിച്ചിട്ട് പോട്ടെ വരും. ഇവിടെ 2 വണ്ടിയും പാടെ ഉണ്ട് കേട്ടോ. ഒരു വണ്ടി കഴിഞ്ഞു. അതിലൊരാള് കയറി പോണൊക്കെ ഉണ്ട്. ഹാച്ച് ബാക്ക് ആണ്. എന്താ സംഭവം എന്നാവോ, ഊബറാണോ എന്താ അറിയില്ല. അപ്പൊ ഏതായാലും ഇവിടെ ഒരു എർട്ടിക CNG അടിക്കാണ്ട്, അടിച്ചിട്ട് അടിക്കട്ടെ. ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് CNG അടിച്ചു തരൂല. കാലിബ്രേഷന്റെ ഡേറ്റ് ഇവരിവിടെ കണ്ടോണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഓഫീസിൽ ചോദിച്ചു നോക്കി. അപ്പൊ അവരങ്ങനെ അടിച്ചു തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ 2 മാസം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവര് നോക്കൽ തുടങ്ങി. എനിക്ക് തോന്നുന്നു ചില പമ്പിലേക്ക് നോക്കണ്ടാവാ. അപ്പൊ എന്തായാലും ഇവിടുന്ന് അടിക്കല് നടക്കൂല. അപ്പൊ ഏതായാലും നേരെ അടിക്കണ സ്ഥലത്ത് കൊടിഞ്ഞ് പെരുമ്പാവൂർ എത്തിയിട്ട് അവിടുന്ന് അടിച്ചോട്ടെ. അവിടുന്ന് അവര് നോക്കാതെ അടിച്ചു തരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നോക്കി, ജസ്റ്റ് അവര് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. എന്നാലും ഒരു രക്ഷയില്ല. 2 പുള്ളി CNG ഉണ്ടായോണ്ട് ഭാഗ്യം. അതുകൊണ്ട് നേരെ പോവാലിത്. ഇപ്പൊ കഴിഞ്ഞിട്ട് പോണ വഴിക്ക് അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാലേ അതൊരു മണ്ടത്തരാവും. വേഗം ചെന്ന് നോക്കട്ടെ. ഇവിടെ ഏകദേശം ഇവിടെ എത്താനായിട്ട് കേട്ടോ. നമ്മളെ സ്റ്റാൻഡൊക്കെ പറഞ്ഞു പോകുന്നത്. ഇനി ഏതായാലും സമരമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ വെക്കണം. 21 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് ഉള്ളിൽ കൂടി കയറിയിട്ടാണ് കാണിക്കുന്നത്. ഇത് ഞാൻ പെരുമ്പാവൂര കോതമംഗലം ഭാഗത്തു നിന്നൊക്കെ എഴുതിനെ. നമ്മളെ പട്ടിമറ്റം മൈക്കൂടിയൊക്കെ അങ്ങനെയൊക്കെയാണ് കയറി പോന്നിട്ടുള്ളത്. ഇതാണ്ടോ, ഇവിടെയാണ് കൂത്താട്ടുകുളം, മണ്ണത്തൂർ, ഇതിൻ്റെയൊക്കെ സെൻട്രലായിട്ടാണ് ഇത് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ പെരുമ്പാവൂർ ആ ഭാഗത്തല്ല കോതമംഗലൊക്കെ എത്ര വ്യത്യാസമുണ്ട്. ഇവിടെയാണ് കോതമംഗലം. ഞാൻ ഏകദേശം ഈ ഭാഗത്താണ് കരുതിയത്. അപ്പോൾ ഇവിടെയാണ് കൂത്താട്ടുകുളം ഭാഗത്താണ് ഡെസ്റ്റിനേഷൻ കിടക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബാക്കിൽ ഒരു കടയിൽ പെട്രോൾ പമ്പ് വെച്ചപ്പോഴേ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു 200 മീറ്റർ അപ്പുറത്ത് ഒരു പമ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിലും ചെന്നുകൂടി. ഇപ്പൊ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് കുറച്ച് ഉള്ളേരിക്ക പോണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ എന്തായാലും പമ്പ് ഉണ്ടാവില്ല. പിന്നെ വേറെ സംഭവം ഉണ്ട്, നമുക്ക് CNG കിട്ടാത്തതേ വലിയൊരു ഭാഗ്യമായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ കാലിബ്രേഷൻ ചെയ്യാറുമ്പോ CNG കുറ്റൊക്കെ എടുത്തിട്ട് ക്ലീൻ ആക്കൽ പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിലുള്ള CNG അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുതെ പോലെ കളയേണ്ടി വരും ചിലപ്പോ. ഇവിടെ ഒരു ഭാരത് പെട്രോൾ ഉണ്ട് കേട്ടോ. ആകെ ചെറിയ വളമായോണ്ട് കണ്ടില്ല. ഇവിടുന്ന് ഒരു 500 രൂപക്ക് പെട്രോൾ അടിക്കട്ടെ. കാരണം പെട്രോൾ മിന്നിക്കളിക്കാണ്. അതേലും വേണം നമുക്ക് 500 പെട്രോൾ. ഇവിടെ പെട്രോൾ അടിച്ചോണ്ട് കേട്ടോ ചേച്ചി. ഞാനേ CNG ഇല്ല പെട്രോളും ഇല്ല, രണ്ടും മിന്നിക്കളിക്കാണ്. അപ്പൊ അതുകൊണ്ട് CNG കിട്ടാത്ത ഭാഗ്യമായിട്ടോ നമ്മളെ മുട്ടത്തുനിന്ന്. ഞാൻ പിന്നെ പെരുമ്പാവൂരിന്ന് അടിക്കണം ചെയ്തീന്. അപ്പൊ ആ ഭാഗത്ത് കൂടി അല്ല, പിന്നെ അതുമല്ല എന്തായാലും അടിക്കാനും പറ്റൂല. അതിപ്പോ അവിടുന്ന് അടിച്ചരാത്തോണ്ട് നല്ലൊരു ഭാഗ്യമായി നമുക്ക്. എന്തായാലും ഇപ്പൊ ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിക്കണം. 21 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. എന്തായാലും അതിന്റെ പേയ്മെന്റ് കൊടുക്കട്ടെ. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റും തിരിഞ്ഞ് പോവാട്ടോ. ഞാൻ ഇവിടുന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ റോഡാണ് നമ്മൾ നേരത്തെ കയറിയത്. ഇത് രണ്ടും സെയിം കിലോമീറ്റർ ആണ്. 21:34. ഇതില് 21:37 ആണ്. റോഡ് കുറച്ച് മോശമായോണ്ടായിരിക്കും സമയം കുറച്ച് 2-3 മിനിറ്റ് കൂടുതലാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഏത് വഴിയാനും പോവാം. ഇതാണ് നല്ല റോഡ്. നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ST ജോർജ് CNG ടെസ്റ്റിംഗ് സെന്റർ എന്ന് എഴുതിയിട്ട് അവിടേക്ക് ഒരു ആരോ മാർക്ക് കൊടുക്കണ്ട്. 250 മീറ്ററും കൂടെ ഉള്ളു അവിടേക്ക്. ഇതിപ്പോ ഇനി 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. 1.5 മണിക്കൂർ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്യാനായിട്ട്. ഇതുപോലെ ടൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വരെ ചായയൊക്കെ കുടിച്ചിരിക്കായിരുന്നു. ഇതിപ്പോ ഭയങ്കര ഒരു ഫോറസ്റ്റിലായി പോയി. റബ്ബറും കാട്ടിലാണ് സംഭവം ഉള്ളത്. ഇവിടെ കേട്ടോ വണ്ടിയാളെ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഒരു കോറിയം തോന്നുന്നുണ്ട്. ഇത് വലിയൊരു പാറ, അതിൻ്റെ ഉള്ളിൽ 2 ഷീറ്റ് ഇട്ടാണ്ടാണ് പരിപാടി. ഇനി ഏതായാലും അകത്തേക്ക് കയറ്റട്ടെ കേട്ടോ. അവിടെ തിരക്കൊന്നും ഇല്ല. ചിലപ്പോ നമ്മള് കയറ്റുമ്പോ തന്നെ നമ്മളിത് ചെയ്യുമായിരിക്കും. എന്തായാലും പോയി ചെയ്യട്ടെ. അപ്പൊ ഏതായാലും സ്ഥലം അടിപൊളിയായിട്ട് കേട്ടോ. ഇത് ഏതോ ഒരു കോറിയം തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തോ മീൻ വളർത്താൻ എന്തോ കോറിയുണ്ട്. പിന്നെ നമ്മളെ കസ്റ്റമറിന് വെയിറ്റ് ചെയ്യാനുള്ള ഷെഡാണ് കേട്ടത്. ഒരു ഫാനൊക്കെ ഇട്ട് വെച്ചേക്കണം. അവിടൊക്കെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അവിടെ ഷീറ്റ് ഇട്ടാണ്ട് അവിടേക്കൊക്കെ കുറ്റി കൊണ്ടുപോയിട്ടുള്ള എന്തോ പരിപാടി ഉണ്ടോന്ന്. നമ്മളെ വണ്ടി ഇവിടെ കുറ്റി എടുത്തോണ്ട് കേട്ടോ. കുറെ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. CNG കുറ്റി പോയപ്പോഴേ നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു പൈപ്പ് കേട്ടോ ഇതിന്മേൽ കണക്ട് ചെയ്ത് വെച്ചിനെ. ഇതും പിന്നെ അടിയിൽ വേറെ പൈപ്പ് ഉണ്ട്. 2 പൈപ്പ് ഉണ്ടോന്നു. അപ്പൊ ഏതായാലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഇപ്പൊ ഇരുന്നീനെ. നമുക്ക് ഇതിന്റെ പ്രോസസ്സിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്കാം. എന്തൊക്കെയാണ് അവർ ചെയ്യണത്, ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. അപ്പൊ അത് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാറുണ്ട് കുറ്റിന്റെ. ആദ്യത്തെ നമ്മള് പ്രൊസസ്സർ പറയണേ നമ്മൾ ഇതിന്റെ ബാലൻസ് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മള് പുറത്തേക്കാണ് പോകുന്നത്. കുറച്ച് ഒഴിച്ചു വെച്ചിട്ട്
നമ്മൾ ഗ്യാസ് ആദ്യമായിട്ട് ഫുള്ള് കളയണം കേട്ടോ. അപ്പൊ സിലിണ്ടർ ക്ലീൻ ആക്കാൻ വരുമ്പോൾ ആരും നമ്മളമാതിരി CNG അടിച്ച് വരാൻ നിൽക്കണ്ട. നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് CNG അടിക്കാൻ പറ്റിയില്ല, ഡേറ്റ് തെറ്റിയോണ്ട്. അതുകൊണ്ട് CNG ഭാഗ്യത്തിന് അടിച്ചിട്ടില്ല. അങ്ങോട്ട് അലോഡ് അല്ല കേട്ടോ, അവിടെ കുറച്ച് സേഫ്റ്റി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് നമുക്ക് കയറാൻ പറ്റൂല ഗ്യാസ് കളയുന്നിടത്തേക്ക്. അതുകൊണ്ടാണ് അങ്ങോട്ട് ഒഴിച്ച് കുറച്ച് സ്ഥലത്തേക്ക് അങ്ങോട്ട് ആക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ ഏരിയ. നമ്മളെ ടാങ്കിൽ ഗ്യാസ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ എങ്കിൽ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, ഗ്യാസ് പോണ സൗണ്ട്. അപ്പോൾ ഏതായാലും അത് കളയട്ടെ, കുറച്ച് ടൈം എടുക്കുമായിരിക്കും, എന്താ അറിയില്ല. നമ്മളെ ഗ്യാസ് കളയൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുന്നുണ്ട് നമ്മളെ സിലിണ്ടർ കൊണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത പ്രൊസസ്സർ എന്താ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലും കാര്യങ്ങളും ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കുത്തനാക്കി വെക്കണത്. ഇപ്പോൾ അതിൽ നമ്മൾ ഓസ് ഇട്ടാണ്ട് വെള്ളം നിറക്കുന്നുണ്ട്. ഫുള്ള് വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഇതിമ്പോൾ പൊക്കിയിട്ട് ആ ഡ്രം പോലുള്ള സ്ഥലത്തേക്ക് ആക്കിയിട്ട് അതിലാണ് ക്ലീൻ ആക്കി. അതിലാ പ്രഷർ ടെസ്റ്റ് ചെയ്യണ സംഭവമാണ്. അപ്പം അതിക്ക് വെള്ളം നിറച്ചിട്ട് കയറ്റി വെക്കണം. ഇനി നമ്മളെ വെള്ളം നിറക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി ഈ സാധനം അതിന് ടൈറ്റ് ആക്കിയിട്ട് പൊക്കിയിട്ട്, ഇത് നല്ല വെയിറ്റ് ഉണ്ട്, 63 കിലോന് എന്തോ കാലിക്കുറ്റിൻ്റെ വെയിറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട്. 9 കിലോൻ്റെ കപ്പാസിറ്റി ഉള്ള കുറ്റിയല്ലേ. അപ്പോൾ അതിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി അത് പൊക്കിയിട്ട് ആ ഡ്രമ്മിലേക്ക് കയറ്റണം. അതിലാണ് അതിൻ്റെ എന്തോ പ്രഷറിൻ്റെ എന്തൊക്കെയോ സംഭവം നോക്കണതാണ് ആ മീറ്ററിലൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് നേരം ഇട്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അതാണ് പരിപാടി, അടുത്ത പരിപാടി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് അതിൻ്റെ പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ആദ്യം ഇങ്ങനെ വെള്ളം എന്തോ ഈക്വൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ മോട്ടറൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ അവിടെ ഇങ്ങനെ സൂചിയിൽ എന്തൊക്കെ കാണുന്നുണ്ട്, അത് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രഷർ അവിടെ ഒരു ഗ്ലാസ് പോലുള്ള സംഭവം ഉണ്ടല്ലോ, അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അളവിനനുസരിച്ച്. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യും അല്ലേ? ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതില്. ഇതില് ഡ്രോപ്പ് വന്നാൽ ലീക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ട്യൂബ് ഡ്രോപ്പ് വന്നു, ഇപ്പൊ തുറന്നു. ഡ്രോപ്പ് ഒന്നുമില്ല. 30 സെക്കൻഡ് ചെക്ക് ചെയ്ത് നോക്കും ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ സിലിണ്ടറൊക്കെ ഓക്കെയാണ്. അപ്പം ഇനി അത് അയക്കാൻ നിൽക്കണം. ഞാനത്തെ വെള്ളം കളഞ്ഞിട്ട് അത് ഫുള്ള് ക്ലീൻ ആക്കണം. ഡ്രൈ ചെയ്തേക്ക് ബേസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൾട്രാസോണിക് ഫ്ലോട്ട് ഡിറ്റക്ഷൻ അതിൽ ചെക്ക് ചെയ്യും. അതിൽ തന്നെ ഇന്റർണൽ ക്യാമറ നോക്കി ചെക്ക് ചെയ്യും. അതെല്ലാം കഴിയുമ്പോൾ ചെയ്ത് 3 കൊല്ലത്തെ സർട്ടിഫിക്കറ്റും പ്ലേറ്റ് ഉണ്ട്. ഇന്റർണലിൽ നോക്കും സർട്ടിഫിക്കറ്റ്. നമ്മൾ നേരത്തെ നിറച്ച് വെച്ച വെള്ളാട്ടത്, അത് ഒക്കെ കാലിയാക്കി കളയണം. എന്നിട്ട് അത് ഇവിടെ വെച്ചിട്ട് ഡ്രൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുള്ള് ഡ്രൈ ആക്കണം വെച്ചാൽ വെള്ളമൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ നമ്മളെ കുറ്റിയത്തെ വെള്ളമൊക്കെ കഴിഞ്ഞപ്പോൾ എയർ അടിച്ചുകൊണ്ടിരിക്കട്ടെ, ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറ്റി. ഇത് ലാസ്റ്റ് പ്രോസസ്സറാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കട്ടെ, അടുത്ത ഞാൻ എന്താ നോക്കട്ടെ. അതിൻ്റെ തൂക്കാട്ടത് ലാസ്റ്റ് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 64,850 ഇതിൻ്റെ തൂക്കം വരുന്നത്. മൈക്രോസ്കോപ്പ് ക്യാമറയാണ്. നമ്മൾ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഇന്റർണൽ ഇട്ടിട്ട് കറക്കി അതിൻ്റെ ഇന്റർണലിൽ തുരുമ്പോ റസ്റ്റോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ അൾട്രാസോണിക് ഫ്ലോ ഡിറ്റക്ഷൻ ഉണ്ട്, തിക്നെസ് ചെക്ക് ഉണ്ട്, അതും നമ്മൾ ചെക്ക് ചെയ്യും. 70 ഡിഗ്രി ആംഗിൾ പ്രോബാണ് ഇത്. ശരിക്കും ഇതിൽ पानी चल गया घुमाओ घुमाओ. നമ്മളെല്ലാ പ്രോസസ്സിങ് പരിപാടികൾ കഴിഞ്ഞിട്ടോ. ലാസ്റ്റ് ഉള്ളൊരു ചെക്കപ്പ് പരിപാടി ആയിരുന്നു. ഇതിലിട്ട് ഇതെന്താ പരിപാടി?
ഇന്റർണലെല്ലാം നമ്മളെല്ലാം സെറ്റ്സ് കഴിഞ്ഞു. ഫിറ്റ് ചെയ്തിട്ട് തിരിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ വാൾവേ അതിൽ ലാസ്റ്റുള്ള ആ വാൾവ് ഫിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഒരുപാട് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യും. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഡേറ്റ് എഴുതാണ്ടായിരുന്നു, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്ലേറ്റ് പുതിയത് വെച്ചിട്ടുണ്ട്. CNGയും ഒരു നമ്പറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ റിന്യൂവൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ഈ സമയം ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റൂമിലേക്ക് എത്തി, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ജസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് വണ്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്യണ സമയത്ത് നമ്മളെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ പിന്നെ അതിൽ ചാർജർ ഉണ്ടായില്ല ഫോണിൻ്റെ. അപ്പോൾ അങ്ങനെ അവിടുന്ന് സ്വിച്ച് ഓഫ് ആയി. ഇപ്പോൾ ഇവിടെ എത്തി ചാർജൊക്കെ ചെയ്ത് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറ്റൊക്കെ പഴയ രീതിയിൽ തന്നെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് അതിൻ്റെ എന്തെങ്കിലും മാർക്കായിരിക്കും മാറ്റിയതിൻ്റെ. പിന്നെ നമുക്ക് പുതിയൊരു പ്ലേറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, നമ്മളെ ഡേറ്റ് ഒക്കെ എഴുതിക്കാണ്ട്. ഇനി 2029 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴയ പ്ലേറ്റ് അതിൻ്റെ അടിയിലുണ്ട്. ഇത് മറ്റേ ആണി അടിച്ചിട്ടില്ല, മറ്റേ എന്തോ ഒരു ഒട്ടിപ്പോണ്ട് ഒട്ടിച്ചിക്കാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ വരുന്ന വഴിക്ക് മുളന്തുരുത്തിയിൽ നിന്ന് CNG അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 20 കിലോമീറ്റർ CNG അടിച്ചിട്ട് ഓടി, 2 കട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പ്രഷറിൽ കയറിയിട്ടുണ്ടായിരുന്നു. 24 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മളെ CNG പമ്പിലേക്ക്, മുളന്തുരുത്തി CNG പമ്പ്. ഞാൻ ആ വഴി കൂടി കേട്ടോ വന്നത്, ആ ഭാഗത്ത് കൂടി ആയിരുന്നു കുറച്ച് കിലോമീറ്റർ കുറവുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് CNG അടിച്ചു. ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാട്ടോ ഫസ്റ്റത്തെ കട്ട കഴിഞ്ഞാൽ CNG. അതിപ്പോൾ നമ്മൾ കാലിബ്രേഷൻ ചെയ്തുകൊണ്ടാണോ അവിടുന്ന് അടിച്ചു കൊടുത്തുള്ള പ്രഷർ കൂടിയിട്ടാണ് എന്താ അറിയില്ല. ഇപ്പം എന്തായാലും 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മളെ കാലിബ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു 3 കൊല്ലത്തിന് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ വർക്ക്ഷോപ്പിലൊന്ന് പോകണം, നമ്മളെ ക്ലച്ച് ഒന്നും കൂടി ശരിയാക്കാണ്ട്. ക്ലച്ച് പഴയ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്, നമ്മൾ ശരിയാക്കിയതാണ്. ഒരു 5-6 മാസമായി കാക്കനാട്ടിൽ നിന്ന് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും 2-3 ദിവസം സമരമാണല്ലോ. അപ്പൊ നാളെ ഇനി വർക്ക്ഷോപ്പിലേക്ക് പോവാന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ കാലിബ്രേഷൻ ചെയ്യാൻ പോയെടുത്ത് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒക്കെ അന്വേഷിച്ചപ്പോ ഒരു 3 സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച്, അതിലൊന്ന് ഡയറക്റ്റ് ഞാൻ എലൂരിലേക്ക് വിളിച്ചു. അവിടെയാണ് ഇവിടുത്തെ എറണാകുളത്ത് മൊത്തം അവിടെ ചെയ്യണം തോന്നുന്നുണ്ട്. ബാക്കിയുള്ള 2 ഷോപ്പ് തോലും ഞാൻ അവിടെ ബുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ എവിടെ വെച്ചപ്പോ എലൂരാ. അപ്പോൾ എലൂരാണ് ഇതിന്റെ മെയിൻ തോന്നുന്നുണ്ട് എറണാകുളത്ത് ചെയ്യണത്. അപ്പൊ അവിടെയൊക്കെ ചെറിയ റേറ്റ് കൂടുതലുണ്ട്. അപ്പൊ അവിടുത്തേക്കാട്ടിലൊക്കെ റേറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറവുണ്ട്. ഇപ്പൊ ഞാൻ പോയോടുത്തത് കൂത്താട്ടുകളോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താട്ടത്. അപ്പൊ ഇവിടെ പോയിട്ടേ കാലിബ്രേഷൻ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ മെസ്സേജ് അയച്ചിട്ട് ലൊക്കേഷൻ ചോദിച്ചാൽ മതി, അവർ അയച്ചു തരും. അവരിത് ചെയ്യാനായിട്ട് 1.5 മണിക്കൂറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എലൂരത്തെ ആൾക്കാരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ 1 മണിക്കൂർ തികച്ചായിട്ടില്ല, അതിന് മുമ്പ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ തിരക്കുണ്ടായില്ല, ഞാൻ അതുകൊണ്ടാണ് എന്താ അറിയില്ല. അപ്പൊ ഏതായാലും ഓക്കെ, ഇനി നാളെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വീഡിയോ ആയിട്ട് കാണാം.